നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുടങ്ങുന്നെങ്കിൽ മുടങ്ങിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നതും അതേ അമ്മയുടെ കടമ തന്നെയാണെങ്കിൽ രണ്ടാമത്തെ ചിന്ത തന്നെ നടക്കട്ടെ. ആദ്യം വന്ദനയെ കണ്ടെത്തണം. കരയിലെ അച്ഛമ്മേ. ഇല്ല, വന്ദന ചേത്തി. എന്റെ ദൈവമേ, വന്ദനമ്മേ. വന്ദനമ്മേ. എന്റെ പൊന്നു മോളെ, എന്താ ഇത് മോളെ? നീ എവിടെയായിരുന്നു ഇത്രയും നേരം? എത്ര പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചു എന്നറിയാമോ? നീ എന്താ ഫോൺ എടുക്കാത്തത്? ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് എന്നെ കുറച്ചു പേടിച്ചിരുന്ന് തട്ടിക്കൊണ്ടുപോയി. ദൂരെ എങ്ങോ ഒരിടത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടു. പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് പരാതി പിൻവലിച്ചില്ലെങ്കിൽ എന്നെ ദേമോളെ കൊലപ്പെടുത്തുന്ന ഭീഷണിപ്പെടുത്തി. പരാതി പിൻവലിക്കാൻ തയ്യാറാണോ? എന്നെ തട്ടിക്കൊണ്ടു പോവാൻ ഗുണ്ടകളെ അയച്ച ആളെ കുറിച്ച് അവർ പറഞ്ഞില്ല. ആരാണ് എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് എനിക്കറിയില്ല. സാക്ഷാൽ ഗുരുവായൂരപ്പൻ ജീവനോട് എവിടെ എന്നെ എത്തിച്ചെന്നാ ഞാൻ കരുതുന്നത്. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. പോലീസിൽ അറിയിക്കണം. ഇത്രയൊക്കെ അനുഭവിച്ചു കൂട്ടിയത് പോരെ? ഇനിയും പ്രശ്നങ്ങളിലേക്ക് പോണോ? തൽക്കാലം നമുക്ക് പോലീസിലൊന്നും അറിയിക്കണ്ട മോളെ. വിവാഹ മുഹൂർത്തം ഇത്രത്തോളം ടൈറ്റായിട്ട് നിൽക്കുമ്പോ കേസിനും പൊല്ലാപ്പിനും ഒന്നും പോകുന്നത് ബുദ്ധിയല്ല. എല്ലാവരുടെയും എല്ലാ ശ്രദ്ധയും വിവാഹ നടത്തിപ്പിലേക്ക് തിരിയേണ്ട സന്ദർഭം ഇത്. പെറ്റീഷന് പുറകെ പോകുന്നത് ശരിയല്ല. പിന്നൊരു കാര്യം, പരാതി കൊടുക്കുന്നത് മാത്രം ഒഴിവാക്കിയത് കൊണ്ട് ഒരു കാര്യമില്ല. കാർ ആക്സിഡന്റ് കൊലപാതകമാണെന്ന് പറഞ്ഞ് നീ കൊടുത്ത പെറ്റീഷൻ പിൻവലിക്കണം. ഇല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുത്തശ്ശി, എന്റെ അച്ഛനെ അച്ഛമ്മ തിരിച്ചിട്ടാൻ വേണ്ടിട്ടല്ലേ അമ്മ കേസ് കൊടുത്തേക്കുന്നത്? എന്റെ അച്ഛനെ അച്ഛമ്മ എനിക്ക് തിരിച്ചു വേണം. ഈ കുഞ്ഞിന് നീതി കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. വാ മോളെ. ഇനി വഴക്കിനൊന്നും നേരമില്ല. ഗസ്റ്റ് ഹൗസിലേക്ക് പോവാൻ സമയമായി. എന്തായാലും അപകടമൊന്നും കൂടാതെ ആള് തിരിച്ചെത്തിയല്ലോ. മോളെ വാ. ദേവി, എന്റെ വർഷയുടെ കല്യാണമാണ്. എടുത്തുചാട്ടമൊക്കെ കാണിക്കെങ്കിലും പാവ അവള്.
അവളെ ഒരു രീതിയിലും സങ്കടപ്പെടുത്തരുതേ ദേവി. ഗസ്റ്റ് ഹൗസിലേക്ക് പോകാൻ സമയമായി. എല്ലാരും നിങ്ങളെ കാത്തിരിക്കുക. എനിക്ക് പോവാൻ മനസ്സ് വരുന്നില്ല ഏട്ടത്തി. ഇന്ന് ദേവിയെ എത്ര തവണ പ്രാർത്ഥിച്ചിട്ടും മതിയാവാത്ത പോലെ. കല്യാണ പെണ്ണ് കൊള്ളാലോ. ഇതൊക്കെ വർഷാന്തിയുടെ അടവല്ലേ? കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ വർഷാന്തിനെ കണി കാണാൻ കിട്ടില്ല അല്ലേ വന്ദനമ്മേ? ഈ പെണ്ണിന്റെ ഒരു കാര്യം. നിങ്ങളെല്ലാരും കഴിച്ചു കഴിഞ്ഞോ? എന്നെ കൂട്ടാതെ പോവാനും തയ്യാറായോ? അല്ല, നീ സതീശനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഇതെവിടെ പോയി? ഞാൻ ഇവിടെ എല്ലാം നോക്കിയിട്ട് കണ്ടില്ലല്ലോ. അല്ല, നീ ഇത് എവിടെ പോയതാ രാവിലെ തന്നെ? ദേ അമ്മേ, ഇതൊരു ദരിദ്രവാസിയുടെ കല്യാണമൊന്നുമല്ല, കോടീശ്വരന്റെ കല്യാണമാ. അവിടെ പോയി നിൽക്കുമ്പോ കുറച്ച് വൃത്തിയും പിന്നെയൊക്കെ വേണ്ടേ? ഓ, അപ്പൊ ചേച്ചി ബ്യൂട്ടി പാർലറിൽ പോയതാ അല്ലേ? എന്താടാ എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോയാ കുഴപ്പം? ബ്യൂട്ടി പാർലറിൽ പോയാൽ കുഴപ്പം നിനക്കല്ല, ബ്യൂട്ടി പാർലറുകാർക്കാ. ഒരുത്തനോരോന തമാശ പറയാനും കുറച്ചുപേര് അത് കേട്ട് പൊട്ടിച്ചിരിക്കാനും. തമാശയുടെ നിലവാരമൊക്കെ പോയടാ. ആ മതി മതി. പെണ്ണിന്റെ മൂത്ത ചേച്ചിയായ നീ വേണം എല്ലാത്തിനും മുമ്പേ നിൽക്കാൻ. ദേ അച്ഛമ്മേ, ഒരുമതി ചൊറിന്ന് വർത്തമാനം പറയില്ല കേട്ടോ. മൂത്ത ചേച്ചിയാണ് പോലും. ഈ കുടുംബത്തിലെ ഏറ്റവും മുന്തിയ അവഗണനക്കാരി എന്ന് പറയുന്നതാ ശരി. വസന്തേച്ചിയുടെ മനസ്സിനും നാക്കിനും ആ കുഴപ്പം. അതിനെ നിയന്ത്രിച്ച എല്ലാം ശരിയാവും. നിർത്തടി. കണ്ണിൽ കണ്ടവന്റെയൊക്കെ വീട്ടിൽ എച്ചിൽ പാത്രം കഴിയാൻ പോകുന്ന നിന്നെ തള്ള വന്നിട്ടുണ്ടല്ലോ. അതിന്റെ അഹങ്കാരമായിരിക്കും നിനക്ക്. വസന്തേ, നീ അതിര് കിടക്കുന്നു. എത്രയോ കാലം കൂടി ഈ വീട്ടിൽ വന്ന ആ അമ്മയെ നിനക്ക് വെറുതെ വിട്ടൂടെ? പൊല്ലപ്പുണ്ടാക്കാൻ നടക്കുന്നവർക്ക് ആരാണെന്നോ എന്താണെന്നോ നോട്ടമില്ലല്ലോ. സുചിത്രേച്ചി പറഞ്ഞതാ ശരി. ഈ ചേച്ചി ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല. പിന്നെ കല്യാണപ്രായം കഴിഞ്ഞിട്ട് ഒരു താലിമാല കഴുത്ത് വീഴാത്തവൾ അല്ലേടി നീ? അതിന്റെ വൈരാഗ്യമല്ലേ നീ കാണിക്കുന്നതൊക്കെ? നിനക്കേ ഈ ജന്മത്ത് കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.